പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡൽഹിയിൽ നിന്നാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. കുറച്ചുകൂടി താഴ്ത്തിയാൽ പ്രേക്ഷകർ കുറച്ചുകൂടി ഇത് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് വരവേൽപ്പ് നൽകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം ഡൽഹിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് സൈനിക പ്രകാരമാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത്. അതിൻ്റെ ഗ്രാൻഡ് റിസപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുടുംബസമേതം എത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. കരസേനാ മേധാവിയായി ചാർജ് എടുക്കുന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ആചാരപരമായ വരവേൽപ്പ് ഡൽഹിയിൽ നൽകുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്കൊരു ആർ രാധാകൃഷ്ണൻ കൂടി വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. പുതിയ കരസേനാ മേധാവിയുടെ വരവ് തീർച്ചയായിട്ടും നമ്മുടെ സൈനിക ചരിത്രത്തിൽ വലിയൊരു ഏട് തന്നെയാണ് പുതിയ കരസേനാ മേധാവിയുടെ വരവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും ആണ് സ്കേൻ. കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ബോർഡറുകളിൽ സേവനമനുഷ്ഠിച്ച ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു സൈനികനാണ് ഉപേന്ദ്ര ദ്വിവേദി. 30ാമത് കരസേനാ മേധാവിയായിട്ടാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് ഈ മേഖലകളിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ട്. മുക്കും മൂലയും ഈ മേഖലകളുടെ അറിയാവുന്ന ഒരു സൈനികൻ എന്ന വിശേഷണം അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഉണ്ട്. അതുതന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാകുന്നു അദ്ദേഹത്തിൻ്റെത്. ഉപമേധാവിയായി സ്ഥാനം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1984 ഡിസംബർ 15-നാണ് കരസേനയുടെ ഇൻഫൻട്രിയിലൂടെയാണ്, അതായത് JNK റൈഫിൾസിലൂടെയാണ് അദ്ദേഹം സൈനിക ജീവിതം തുടങ്ങുന്നത്. മധ്യപ്രദേശ് സ്വദേശിയാണ്. നിലവിൽ ഉണ്ടായിരുന്ന മേധാവി മനോജ് പാണ്ഡെയുടെ കാലാവധി ഇന്നലെ അവസാനിച്ച ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ നിയമനം ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, ഈ ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് മനോജ് പാണ്ഡെ കഴിഞ്ഞ 31-ന് വിരമിക്കാനിരിക്കെ കേന്ദ്ര സർക്കാർ ഒരു മാസം കൂടി കാലാവധിയൊക്കെ നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ സാഹചര്യങ്ങളെ കൂടുതൽ വിശകലനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അവസ്ഥ നേരിടുന്നതിന് ഉപേന്ദ്ര ദ്വിവേദിയെ പോലെയുള്ള ഒരു മേധാവിയുടെ സാന്നിധ്യമാണ് ഏറ്റവും ഉചിതമെന്ന് നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസും മറ്റും വലിയ വിമർശനങ്ങൾ, ഈ ചൈന ഭൂമി കൈയേറിയിട്ടുണ്ട് ആ മേഖലകളിൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 30ാം കരസേനാ മേധാവിയായിട്ടുള്ള ചുമതല ഏൽക്കൽ. വലിയ ആവേശം നമ്മുടെ കരസേനയ്ക്ക് നൽകുന്ന ഒരു നിയമനമാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കരസേനാ മേധാവിയായിട്ടുള്ള സ്ഥാനലബ്ധി. SK. ഓക്കെ, താങ്ക് യു. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ആചാരപരമായി സൈനിക വരവേൽപ്പ് നൽകുകയായിരുന്നു ഡൽഹിയിൽ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ജസ്റ്റ് കണ്ടത്.